നമസ്തേ. ഇത് 9ാം ചാപ്റ്റർ രണ്ടാമത്തെ ക്ലാസ്. 9ാം ചാപ്റ്റർ സാംസ്കാരിക മാറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ സാംസ്കാരിക മാറ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ രണ്ട് രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് 19-20 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്തെല്ലാം സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും, രണ്ടാമത്തത് നമ്മുടെ സമൂഹത്തിലുണ്ടായ ചില പ്രത്യേക പ്രക്രിയകൾ, സംസ്കൃതവൽക്കരണം, ആധുനികവൽക്കരണം, മതേതരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം, എങ്ങനെയുള്ള പാശ്ചാത്യ ഭരണത്തിനോട് പ്രതിഷേധം കാണിക്കുന്ന തരം മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരികമായി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത്, 9.2 എന്ന ഭാഗം. അപ്പോൾ ആദ്യത്തെ ഒരു 2 പേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, അതിനെ ഞാൻ ചുരുക്കി ഒരു ചെറിയ പേജാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതിയാകും. കൊളോണിയൽ ആധുനികത്വം എന്ന പ്രതിഭാസം ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്ത് ഉയർന്നു വരുന്നു. അതായത് കൊളോണിയൽ ഭരണം മൂലം ഉണ്ടായിട്ടുള്ള ആധുനികത എന്നുള്ള ഒരു ആശയമാണ് കൊളോണിയൽ മോഡേണിറ്റി അഥവാ കൊളോണിയൽ ആധുനികത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇന്ത്യയുടെ സംസ്കാര രംഗത്ത്, ഇന്ത്യയുടെ ആളുകളുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ അറിവ്, നമ്മുടെ കല, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നാണ് സംസ്കാരമാകുന്നത്. അപ്പോൾ നമ്മുടെ സാംസ്കാരിക രംഗത്ത് കൊളോണിയൽ ആധുനികത്വം എന്ന ഒരു പ്രതിഭാസം വരുന്നു. കൊളോണിയൽ ഭരണം മൂലം ഉണ്ടായ ഒരു ആധുനികത്വം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇന്ത്യയിലെ മധ്യവർഗങ്ങൾ വിദ്യാഭ്യാസം നേടുകയും വിദ്യാഭ്യാസപരമായിട്ട് പാശ്ചാത്യ ആശയങ്ങൾ അവർ പഠിക്കുകയും ലിബറൽ പുരോഗമന ഇന്ത്യ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് പരമ്പരാഗത ആശയങ്ങളെ കുറിച്ചുള്ള അറിവുകളുണ്ട്. അപ്പോൾ എഴുതാനും വായിക്കാനും അറിയുന്നവരായിരിക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കൂടെ നേടിക്കൊണ്ട് പാശ്ചാത്യ ആശയങ്ങൾ പഠിക്കുകയും, ആ ലിബറൽ ആശയങ്ങളാണ്, അത് പുരോഗമന ചിന്താഗതിയുള്ള ആശയങ്ങളാണ്. അങ്ങനെ ലിബറൽ ആയിട്ടുള്ള ഒരു പുരോഗമന ഇന്ത്യയെ ഈ മധ്യവർഗങ്ങൾ സ്വപ്നം കാണുകയും ചെയ്യുന്നു. മധ്യവർഗം എന്ന് പറയുമ്പോൾ പഠിച്ച് ജോലി നേടി ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് പല സ്ഥലങ്ങളിലേക്കും യാത്രയായി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വിദ്യാഭ്യാസം നേടിയപ്പോൾ അവർക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ഒരു ഇന്ത്യയെ സ്വപ്നം കാണുന്നു. ഒപ്പം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ സ്ഥലത്ത് പറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ 2 ആശയങ്ങളും കൂടെ ചേർത്തു. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പരമ്പരാഗത ആശയങ്ങളെയും ഈ വിദ്യ നേടിയിട്ടുള്ള ആൾക്കാർ ഉയർത്തിപ്പിടിച്ചു. പാരമ്പര്യത്തെ പുനർചിന്തിക്കുകയും പുനർവ്യാഖ്യാനിക്കുകയും ചെയ്യുവാൻ ഇത് വഴിയൊരുക്കി. അപ്പോൾ വേദങ്ങളും കാര്യങ്ങളും നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വായിച്ച് അതിനെ വ്യാഖ്യാനിക്കാനും വീണ്ടും ചിന്തിക്കുകയും എന്നുള്ള ഇവിടെ ഒരു അക്ഷരത്തിലുണ്ട്. പുനർചിന്തിക്കുകയും, ഒരു കു മിസ്സിംഗ് ആണ്. പുനർചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസവും വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും എന്താ പറയുന്ന, പാശ്ചാത്യ ആശയവും പാരമ്പര്യ ആശയവും കൂടെ മിക്സ് ആയിട്ടുള്ള ചിന്തകൾ വച്ചുകൊണ്ട് ഇന്ത്യയെ വികസിപ്പിക്കുക എന്നാണ് മധ്യവർഗ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ചിന്തിച്ചത്. അതുപോലെ നമ്മുടെ സംസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാം തനതായ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനായിട്ട് നമുക്കൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സ്ത്രീകൾ സാരി ധരിച്ചിരുന്നു. സാരി ഇന്ത്യൻ വസ്ത്രം തന്നെയാണ്. പക്ഷെ ഇന്ന് അതിനൊപ്പം അവർ ധരിക്കുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് പാശ്ചാത്യരുടെ പെറ്റിക്കോട്ടും അല്ലെങ്കിൽ ആ ബ്ലൗസും ഒക്കെ എന്താണ്, പാശ്ചാത്യ ആശയങ്ങളാണ്. നമ്മുടെ തനതായ സംസ്കാരത്തിൽ സാരിയോ അല്ലെങ്കിൽ നേരിയതൊക്കെ എടുത്ത് മോളിൽ കൂടെ ഇങ്ങനെ ചുറ്റി അകത്തേക്ക് കയറ്റുകയാണ് ചെയ്തിരുന്നത്. ബ്ലൗസ് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ സാരിയിലേക്ക് ഈ ബ്ലൗസ്, പെറ്റിക്കോട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ വന്നത് എവിടെ നിന്നാണ്? പാശ്ചാത്യരുടെ ആശയമാണ്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ പാരമ്പര്യ ആശയങ്ങളും ഉണ്ട്, ഒപ്പം തന്നെ പാശ്ചാത്യ ആശയങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുള്ളൊരു ഉദാഹരണമാണ് എന്ത്, ഇന്ത്യൻ സാരിയും ഇന്ത്യൻ സാരിയോടൊപ്പം നാം ധരിക്കുന്ന പെറ്റിക്കോട്ടും ബ്ലൗസും എന്ന് പറയുന്നത്. ഇവിടെ പെറ്റിക്കോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അണ്ടർസ്കേർട്ട് ആണോ ഇനി എന്താന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. പുസ്തകത്തിൽ അത് അങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പെറ്റിക്കോട്ട് ബ്ലൗസ് എന്ന് എഴുതാം. ഇനി
സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്, അപ്പം നമ്മുടെ ഹെഡിങ് എന്താണ്? നമ്മുടെ ഈ 9.2 നമ്മൾ പഠിക്കുന്നത് സംസ്കൃതവൽക്കരണം, ആധുനികവൽക്കരണം, മതേതരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം. ഇതെല്ലാം സാംസ്കാരികമായി മാറ്റത്തിന് കാരണമാക്കിയ പ്രക്രിയകളാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. സമൂഹശാസ്ത്രജ്ഞർ അതിനെയൊക്കെ പഠിച്ചിട്ട് അതിന് ഓരോരോ പേരുകൾ ഇട്ട് വെച്ചു. അതാണ് 1 സംസ്കൃതവൽക്കരണം, 2 ആധുനികവൽക്കരണം, 3 മതേതരവൽക്കരണം, 4 പാശ്ചാത്യവൽക്കരണം. അപ്പോൾ അങ്ങനെ അവർ പദങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ പഠിക്കണം, അത് എന്താണെന്ന് അറിയണം അല്ലേ? അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംസ്കൃതവൽക്കരണം കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു സാംസ്കാരിക മാറ്റത്തിന്റെ ഘടകമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ആധുനികവൽക്കരണം, മതേതരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം എന്നിവ കൊളോണിയൽ കാലത്ത് ഉയർന്നു വന്ന മാറ്റങ്ങളാണ്. ഈ പ്രതിഭാസങ്ങൾ മൂലമുണ്ടായ മാറ്റങ്ങളൊക്കെ കൊളോണിയൽ കാലത്തുണ്ടായതാണ്. എന്നാൽ സംസ്കൃതവൽക്കരണം അങ്ങനെയല്ല. കൊളോണിയൽ ഭരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ആശയം മൂലമുള്ള സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു വലിയ ഒരു പേജിനെ അങ്ങ് ചുരുക്കി ഇങ്ങനെ ഒരു ചെറിയ ആമുഖമാക്കി. ഇതിനകത്തുനിന്ന് അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന് വല്ലതൊക്കെ ചോദിക്കാം. സംസ്കൃതവൽക്കരണം കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായ ഒരു മാറ്റം ആണ്. മറ്റത് 3 എന്താണ്? കൊളോണിയൽ കാലത്തുണ്ടായതാണ്. പിന്നെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് പാശ്ചാത്യത്തിന്റെയും പരമ്പരാഗതത്തിന്റെയും മിക്സ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് എന്ത്? പെറ്റിക്കോട്ടും ബ്ലൗസും സാരിക്കൊപ്പം നാം ധരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന ഭാഗത്തിലേക്ക് പോകാം. 9.3 വിവിധ തരത്തിലുള്ള സാമൂഹ്യ മാറ്റം. വിവിധ തരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ഏതൊക്കെയാണ്? സംസ്കൃതവൽക്കരണം, പാശ്ചാത്യവൽക്കരണം, പിന്നെന്താണ്? ആധുനികവൽക്കരണം, മതേതരവൽക്കരണം. ഇത് 3ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ സംസ്കൃതവൽക്കരണം നമുക്ക് പഠിക്കാം. അപ്പൊ വിവിധ തരത്തിലുള്ള സാംസ്കാരിക മാറ്റം എന്ന് പറഞ്ഞ് ഈ 9.3 മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഒരു 8 മാർക്കിന് ചിലപ്പം ചോദിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? സംസ്കൃതവൽക്കരണത്തിനെ കുറിച്ചൊരു 4 പോയിന്റ് എഴുതുക. പിന്നെ അടുത്തതിലേക്ക് പോകുന്ന ആധുനികവൽക്കരണത്തിനെ കുറിച്ചൊരു 4 പോയിന്റ് എഴുതുക. പാശ്ചാത്യവൽക്കരണത്തിനെ കുറിച്ചൊരു 4 പോയിന്റ് എഴുതുക. മതേതരവൽക്കരണത്തിനെ കുറിച്ചൊരു 1-2 പോയിന്റ് എഴുതുക. അങ്ങനെ വേണം വിവിധ തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളെ വിവരിക്കുക എന്ന് പറഞ്ഞിട്ട് 8 മാർക്കിന് എസ്സേ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. പിന്നെ അങ്ങനെ അല്ല, പ്രത്യേകിച്ച് ചിലപ്പം ചോദിക്കും സംസ്കൃതവൽക്കരണം എന്ന സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് വിവരിക്കുക, അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണം ഇന്ത്യയുടെ സംസ്കാരത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കി വിവരിക്കുക എന്നൊക്കെ പറഞ്ഞ് 8 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതാനുള്ളത്. ഇനി സംസ്കൃതവൽക്കരണം എന്ന പദം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല അല്ലെ? നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എവിടെയൊക്കെയോ ഇത് കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു പദത്തിന് രൂപം നൽകിയത് ആരാണ്? സംസ്കൃതവൽക്കരണവും അതുപോലെ പാശ്ചാത്യവൽക്കരണവും ആരുടെ മക്കളാണ്? പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ പഠിച്ചു, ഡോമിനന്റ് കാസ്റ്റ്. ഇത് 3 കണ്ടുപിടിച്ചത് ആരാണ്? MN ശ്രീനിവാസൻ എന്ന് പറയുന്ന ദക്ഷിണേന്ത്യൻ സമൂഹശാസ്ത്രജ്ഞനാണ് സംസ്കൃതവൽക്കരണം എന്ന പദത്തിന് രൂപം നൽകിയത്. അപ്പൊ അദ്ദേഹം സമൂഹത്തിലുള്ള ചില ആശയങ്ങളെ കുറിച്ച് പഠിച്ച ശേഷം ആ ആശയത്തിനൊരു പേരിടുന്നു. MN ശ്രീനിവാസൻ ഒരു പേരിടുന്നു. അതാണ് എന്ത്? സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം സമൂഹത്തിലുള്ള ചില ജാതികളെ കുറിച്ച് പഠിച്ചിട്ട് ചില ജാതികൾ ഡോമിനന്റ് കാസ്റ്റ് അഥവാ എന്താണ് അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ഡോമിനന്റ് കാസ്റ്റിന് പ്രബല ജാതി അല്ലെ? അങ്ങനെ പേരിടുന്നു. അപ്പൊ അത് MN ശ്രീനിവാസൻ ഇട്ട ഒരു പദമാണ്. ഇപ്പൊ ഈ പദത്തിന് രൂപം നൽകിയത് ആരാണ്? MN ശ്രീനിവാസനാണ്. 1952 അദ്ദേഹം മൈസൂറിലെ കൂർഗിൽ ജാതി വ്യവസ്ഥയെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഈ ഒരു പദം കണ്ടുപിടിക്കുന്നത്. ഇനി ഫസ്റ്റ് ഇയർ നമ്മൾ ഇത് MN ശ്രീനിവാസനെ കുറിച്ച് പഠിച്ചപ്പോഴേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പദം ആദ്യം അദ്ദേഹം ഇട്ടപ്പോൾ ബ്രാഹ്മണവൽക്കരണം എന്നായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹം പഠനം നടത്തിയിട്ട് നോക്കിയപ്പോൾ ബ്രാഹ്മണരുടെ ജീവിത രീതികളും കാര്യങ്ങളും ഒക്കെയാണ് മറ്റുള്ളവർ അനുകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതിനെ ബ്രാഹ്മണവൽക്കരണം എന്ന് പേരിടുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും അപ്പൊ അതിന് വിമർശനങ്ങൾ വന്നു. വീണ്ടും ഒന്നും കൂടെ പഠനം നടത്തിയിട്ട് പറഞ്ഞു, ആ പേര് ഞാൻ മാറ്റുന്നു, ഇതിന് ഞാൻ സംസ്കൃതവൽക്കരണം എന്ന് പേര് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ആദ്യം അദ്ദേഹം ബ്രാഹ്മണവൽക്കരണം എന്ന് പറഞ്ഞ് എഴുതിയ ആ ഒരു പ്രക്രിയയുടെ നിർവചനത്തിനകത്ത് ഉന്നത ജാതിക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും താഴ്ന്ന ജാതിക്കാർ അനുകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ രണ്ടാമത്തെ നിർവചനത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ജാതി മറ്റേതെങ്കിലും ഒരു ജാതിയുടെ പദവി അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ വേണ്ടി അനുകരിക്കുവാണെങ്കിൽ അതിന് സംസ്കൃതവൽക്കരണം എന്ന് പറയാം എന്ന് നിർവചിച്ചിട്ടുണ്ട്.
പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഴയ ബ്രാഹ്മണവൽക്കരണം പോലെയുള്ള ഒരു സമാനമായൊരു നിർവചനം കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ പഠിച്ചാൽ മതിയാകും. ഇനി അപ്പൊ അദ്ദേഹം അതിന് ആദ്യം ബ്രാഹ്മണവൽക്കരണം എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് എന്താണ് നിർവചനം എന്ന് നമുക്ക് നോക്കാം. കീഴ്വിഭാഗക്കാർ സ്വന്തം പദവി മെച്ചപ്പെടുത്താൻ സാംസ്കാരികമായി ഉയർന്ന സ്ഥാനങ്ങളിൽ ഉള്ളവരുടെ ജീവിത രീതികൾ, ആചാരങ്ങൾ അനുകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. സിംപിളി പറഞ്ഞ എന്താണ്? സംസ്കൃതവൽക്കരണം ഒരു അനുകരണമാണ്, അല്ലെങ്കിൽ ഒരു ഇമിറ്റേഷൻ ആണ്. ആരുടെയാണ്? തങ്ങളെക്കാൾ ഉയർന്നത് ആണ് മറ്റാരെങ്കിലും എന്ന് ഒരു വിഭാഗത്തിന് തോന്നിയിട്ട് ആ ഒരു വിഭാഗം അവരുടെ ജീവിത രീതികളും ആചാരങ്ങളും ഒക്കെ അനുകരിക്കുന്നു. ഇനി എം.എൻ. ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു വ്യക്തി ചെയ്യുന്ന കാര്യമല്ല, ഇത് ഗ്രൂപ്പായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രക്രിയ നടക്കുന്നത് ഗ്രൂപ്പായിട്ടാണ്. ഇപ്പൊ തഴയപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗം, പണ്ട് തഴയപ്പെട്ട് കിടന്നിരുന്ന ദളിതര്, ഒരു വിഭാഗം ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു പ്രദേശത്ത് അവരുടെ സ്ഥാനം ഉയർത്തുന്നതിനായി ഉയർന്ന ജാതി എന്ന് ആ സമൂഹത്തിൽ കരുതിയിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ജീവിത രീതികള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങളൊക്കെ അനുകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും. അപ്പോഴാണ് അത് എന്താകുന്നത്? സംസ്കൃത വൽക്കരണമാകുന്നത്. മനസ്സിലായല്ലോ? ഇത് വളരെ പ്രധാനമാണ്, കാണാതെ പഠിക്കുക. ഇനി ഇത് ഹിന്ദുമതത്തിലാണ് അദ്ദേഹം പഠിച്ചപ്പോൾ, ഹിന്ദുമതം എന്ന് പറയുന്ന മതത്തിലായിരുന്നു കാണപ്പെടുന്നതെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് ഇത് എല്ലാ മതങ്ങളിലും കാണുന്നുണ്ട്, പക്ഷെ ഏറ്റവും മുഖ്യമായി കാണപ്പെടുന്നത് എവിടെയാണ്? ഹിന്ദുമതത്തിലാണ് ഇത് കാണപ്പെടുന്നത്. അനുകരണത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്, അനുകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി താഴ്ന്ന ജാതി ഉയർന്ന ജാതിയായി മാറും എന്ന് ആര് കരുതുന്നു? ഈ അനുകരിക്കാൻ പോകുന്ന ആൾക്കാർ കരുതുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എല്ലാ പോയിന്റുകളും ഒന്നും എടുത്ത് എഴുതിയിട്ടില്ലെങ്കിൽ ഈ ഗ്രീൻ ഇട്ടിരിക്കുന്ന പോയിന്റുകളൊക്കെ എഴുതുക. ഇനി ഇത് ഇവിടെ ഗ്രീൻ ഇട്ടിട്ടില്ല, അപ്പൊ എസ് എഴുതുവാണ് 8 മാർക്കിനെങ്കിൽ ഇതിനെ ഉൾപ്പെടുത്താതിരിക്കുക, ഈ ഗ്രീൻ ഇടാത്ത ഭാഗം. ഒരു ജാതി സംസ്കൃതവൽക്കരിക്കപ്പെടുന്നത് ആ ജാതിയുടെ ആ സ്ഥലത്തെ മേധാവിത്വം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് മേധാവിത്വമുള്ള ഒരു ജാതി സംസ്കൃതവൽക്കരണം വേണമെന്ന് ആഗ്രഹിച്ചാല് സംസ്കൃതവൽക്കരണം വളരെ വേഗം നടക്കുന്നു. കാരണം ആ സ്ഥലത്ത് ജാതിക്ക് മേധാവിത്വമുണ്ട്, അവർ ആൾറെഡി അവിടെ ഡോമിനന്റ് ആണ്. ആ ഡോമിനന്റുകാര് അനുകരിക്കുവാൻ പോയി കഴിഞ്ഞാൽ അതിന് സ്പീഡ് കൂടുതലായിരിക്കും, കാരണം എതിർക്കുന്നവരൊക്കെ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അതുപോലെ മേധാവിത്വമുള്ള ജാതി സംസ്കൃതവൽക്കരണം അഥവാ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചോ, അവർ അവിടെ ഉള്ള സ്ഥാനത്തിലൊക്കെ സന്തോഷവാന്മാരാണ്, അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സംസ്കാരം സംസ്കൃതവൽക്കരണത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കും, അവരുടെ സംസ്കാരം സംസ്കൃതവൽക്കരണത്തിൽ നിന്നും ഫ്രീ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് നിങ്ങൾക്ക് എസ് എഴുതുമ്പോൾ ഈ ഒരു ഇത്രയും ഭാഗത്തിന് വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കാം. ഇനി ഈ ഒരു പ്രക്രിയയെ അപസംസ്കൃതവൽക്കരണം എന്ന് പറയുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെറിയ മാർക്കിന് ചോദിക്കുക, എന്താണ് അപസംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്? എന്താണ് അപസംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്? ചില ജാതികള് മേധാവിത്വമുള്ള ജാതികളായിരിക്കും, അവര് സംസ്കൃതവൽക്കരണം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെ സംസ്കൃതവൽക്കരണം ആഗ്രഹിക്കാത്ത ആ ഒരു പ്രക്രിയയാണ്, സംസ്കൃതവൽക്കരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അപസംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണം എന്ന് പഠിച്ചതുപോലെ തന്നെ ആണ് അപസംസ്കൃതവൽക്കരണവും. സംസ്കൃതവൽക്കരണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം മാറി നിൽക്കുന്നു, മേധാവിത്വം ഉണ്ടായിരിക്കും അവർക്ക് അവിടെ, അതുകൊണ്ട് എന്താണ് അവരുടെ ജാതിയുടെ സ്ഥാനങ്ങളിൽ സന്തോഷവാന്മാരായിരിക്കും. അപ്പൊ അവർ സംസ്കൃതവൽക്കരണ പ്രക്രിയകളിൽ നിന്നും മാറി നിൽക്കുന്നു, അതിനെയാണ് അപസംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആരാണ് ഈ പദത്തിന്റെ ഉപജ്ഞാതാവ്? ബ്രാഹ്മണവൽക്കരണം എന്ന് പേരിട്ടു. എന്താണ് അതിന്റെ നിർവചനം? അനുകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. താഴ്ന്ന ജാതി ഉയർന്ന ജാതിയായി മാറുന്നു എന്ന് കരുതുന്നു എന്നുള്ളതാണ്. പിന്നെ അപസംസ്കൃതവൽക്കരണം എന്ത് എന്നും പറയാം. അപസംസ്കൃതവൽക്കരണം 3 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ ഇപ്പൊ എസ് എഴുതുമ്പോൾ ഈ ഗ്രീൻ സാധനങ്ങൾ മാത്രം ടിക്കിട്ടിരിക്കുന്ന എഴുതിയാലും മതി. ഇനി സംസ്കൃതവൽക്കരണം എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ഒന്നുമല്ല, ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ്, പ്രാദേശികമായി വ്യത്യാസമുണ്ട്. പഞ്ചാബില് സംസ്കൃതവൽക്കരണത്തിന് സ്വാധീനം വളരെ ശക്തമായിരുന്നു, എന്നാൽ ഉത്തർപ്രദേശിൽ അത്ര സ്വാധീനമൊന്നുമില്ല, ദുർബലമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി
പ്രാദേശിക ജാതി ശ്രേണിയിൽ സ്ഥാനം കൂടുമെന്ന് എം.എൻ. ശ്രീനിവാസൻ വാദിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം അവർക്ക് അവരുടെ പ്രാദേശിക ജാതി ശ്രേണിയിൽ സ്ഥാനം കൂടുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് എം.എൻ. ശ്രീനിവാസൻ പറയുന്നത്. ഇന്ത്യയിൽ താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്നു വരുവാൻ പ്രയാസമാണ്. കാരണം എന്താണ്? ഉയർന്ന ജാതിക്കാർ ഇവരെ അടിച്ചമർത്തുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും താഴ്ന്ന ജാതിക്കാർക്ക് മുകളിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് കാരണം എന്താണ്? അവർ കയറി വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സംസ്കൃതവൽക്കരണം ഒക്കെ ആയിട്ട് പോയാലും അംഗബലം കുറവാണെങ്കിൽ ഉയർന്ന ജാതിക്കാർ അവരെ അടിച്ചമർത്തുക സാധാരണമാണ് എന്ന് പറഞ്ഞു. ഇത്രയുമാണ് എം.എൻ. ശ്രീനിവാസൻ സംസ്കൃതവൽക്കരണത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിന് നിരവധി ആൾക്കാർ ഈ സംസ്കൃതവൽക്കരണത്തിനെ വിമർശിക്കുവാനായിട്ട് വന്നു. വിമർശനവുമായി ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ 5 വിമർശനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അത് വലുതായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെ ചുരുക്കുക ചെയ്യുന്നത്. കാരണം ഇതൊരു 4-6 മാർക്കുകൾക്കൊക്കെ വിമർശനം മാത്രമായിട്ടും ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ വലിച്ചു വാരി പഠിച്ച് നമ്മുടെ സമയം കളയുന്നില്ല. 5 പോയിന്റുകളാണ് വിമർശനത്തിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത്, ഇത് സാമൂഹിക ചലനാത്മകതയെ പെരുപ്പിച്ചു കാണിക്കുന്നു. സോഷ്യൽ മൊബിലിറ്റി, അതായത് ഒരാളുടെ സ്ഥാനം മുകളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടാണ് ഈ സംസ്കൃതവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നത്. അതായത് ഉയർന്ന ജാതികളുടെ അല്ലെങ്കിൽ ഉയർന്ന ആൾക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുകരിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം സ്ഥാനം, സമൂഹത്തിലുള്ള സ്ഥാനം കൂട്ടാൻ സാധിക്കുന്നു എന്നവർ വിചാരിക്കുന്നു. അതായത് ജാതി ശ്രേണിയിൽ അവർക്ക് ഉയർന്ന പടികൾ ചവിട്ടി കയറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് സാമൂഹ്യ ചലനാത്മകതയെ പെരുപ്പിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വിമർശിക്കുന്നവർ പറയുന്നത്. ഇത് ഇങ്ങനെ ഇത്രയും വലിയ കാര്യമൊന്നുമല്ല, ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല, ഇത് വെറുതെ പെരുപ്പിച്ചു കാണിക്കുന്നു എന്ന് പറയുന്നു. ഘടനയിൽ മാറ്റം വരുത്തുവാൻ ഒരിക്കലും ഈ സംസ്കൃതവൽക്കരണം കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. വ്യക്തികൾ മാത്രം ചിലപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും വ്യക്തികൾ അവരുടെ ജീവിത രീതികൾ മാറ്റിയത് വഴി അവർക്ക് ചിലപ്പം ചെറിയൊരു സ്ഥാനം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ജാതി എന്ന് പറയുന്ന വ്യവസ്ഥയിലുള്ള ഘടനയിലൊന്നും മാറ്റം വരുത്തുവാൻ ഇതിന് സാധിച്ചിട്ടില്ല എന്നാണ് ഒന്നാമത്തെ വിമർശനം. രണ്ടാമത്തത്, ഈ ആശയം തന്നെ അസമത്വത്തെ പെരുപ്പിച്ചു കാണിക്കുന്നു. ആരൊക്കെയോ ഉയർന്നത് താഴ്ന്നത് എന്നൊക്കെ പറയുന്നു അല്ലെ എന്ന് കരുതുന്നത് കൊണ്ടാണ്. അപ്പം ആശയം തന്നെ എന്താണ്? അസമത്വത്തിനെ പെരുപ്പിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നതെന്നും ചില ജാതികളുടെ രീതികൾ നല്ലതാണെന്നും മറ്റു ചിലരുടെ അധമമാണെന്നും ഒക്കെ ഈ ഒരു സംസ്കൃതവൽക്കരണം എന്ന ആശയം മുന്നോട്ട് വച്ചതുകൊണ്ട് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കേമമായ കാര്യമല്ല എന്ന് വിമർശകർ പറയുന്നു. അത് രണ്ടാമത്തെ പോയിന്റ്. ഇനി 3, അസമത്വം, ശുദ്ധ അശുദ്ധ സങ്കല്പം, ബഹിഷ്കരണം ഇവയെ സ്വാഭാവികമായിട്ടും ഇത് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെയോ നല്ലതാണ്, ശുദ്ധാശുദ്ധ സങ്കല്പമുണ്ട്, ശുദ്ധരാവാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുകയാണ്, ബഹിഷ്കരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ ന്യായീകരിക്കാനാണ് ആര് ശ്രമിക്കുന്നത്? സംസ്കൃതവൽക്കരണം എന്ന ആശയം ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എം.എൻ. ശ്രീനിവാസൻ ആ ആശയത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? വിമർശകർ പറയുന്നത്. എം.എൻ. ശ്രീനിവാസൻ ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ പറയുവാനുള്ള സാധ്യതകൾ കൂടുതലും കാണപ്പെടുന്നു. അടുത്തത്, സംസ്കൃതവൽക്കരണം സ്ത്രീകളെ ഒറ്റപ്പെടുത്തുവാനും സ്ത്രീധനം എന്ന ആശയം വളർത്തുവാനും കാരണമാകുന്നു. കാരണം താഴെ ആണ് എന്ന് പറഞ്ഞിരുന്ന ജാതികളുടെ സംസ്കാരത്തില് ഈ സ്ത്രീധനമൊന്നുമില്ല. സ്ത്രീകൾക്ക് സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉയർന്ന ജാതികളുടെ ഇടയിലാണ് സ്ത്രീകൾക്ക് സ്ഥാനമില്ലാത്തതും സ്ത്രീകളെ അവഗണിക്കുന്നതും വിധവാ വിവാഹം അനുവദനീയമല്ലാതിരുന്നതും ഒക്കെ ഉയർന്ന ജാതികളുടെ ഇടയിലായിരുന്നു. അപ്പോൾ സംസ്കൃതവൽക്കരണം അനുകരിക്കുന്നത് വഴി അത് സ്ത്രീകൾക്ക് വളരെ ദോഷമായിട്ട് ബാധിക്കും, സ്ത്രീധനം എന്ന ആശയം വളർത്തും, സ്ത്രീകളെ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെ ആര് പറയുന്നു? വിമർശകർ പറയുന്നു. ഇനി 4ാമത്തെ വിമർശനം എന്ന് പറയുന്നത്, ദളിതരുടെ തനതായ സവിശേഷതകൾ നശിപ്പിക്കപ്പെട്ടു. വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്കുള്ളതെല്ലാം നഷ്ടമാകും അല്ലെ. നമ്മളത് അല്ലാതായിട്ട് മാറുന്നു. ചില ജോലികൾ ലജ്ഞാകരമെന്നും മറ്റു ചിലത് ഉപയോഗശൂന്യമെന്നും ഈ ആശയം ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ കാരണമായി. എന്തൊക്കെയോ നല്ലതാണ്, മറ്റു ചിലതൊക്കെ മോശമാണ്, അതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട, നല്ലത് മാത്രം ചെയ്താൽ മതി, ചില ജോലികൾ ചെയ്യുന്നത് നാണക്കേടാണ് എന്നൊക്കെയുള്ള ചിന്ത ജനങ്ങളിൽ എത്തിക്കുവാൻ ഈ ഒരു സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ഒരു ആശയം വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് 5 വിമർശനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സാധാരണ 4-5 മാർക്കിന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ചുരുക്കിയത്. ഇതിനകത്ത് തന്നെ
നമ്മൾ മുകളിൽ വിമർശനത്തിന് മുന്നേ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. കുമിത് പവാഡെ എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് സംസ്കൃതം പഠിക്കുവാൻ വലിയ മോഹമുണ്ടാകുകയും പവാഡെ അവരുടെ അധ്യാപകനായ ഗോഖലെ ഗുരുജിയോട് ഈ ആഗ്രഹത്തിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഇങ്ങനെ ആഗ്രഹം പറയുമ്പോൾ അക്കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് സംസ്കൃതം പഠിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സ്ത്രീകള്. അപ്പൊ താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകൾക്കും സംസ്കൃത പഠനം നിഷിദ്ധമായിരുന്നു. ഇത് താഴ്ന്ന ജാതിയുമാണ് സ്ത്രീയുമാണ്, രണ്ടും കൂടെയാണ് അല്ലെ. ആ കാലഘട്ടത്തിൽ ഗോഖലെയുടെ പ്രോത്സാഹനത്തിന്റെ ഫലമായിട്ട് പവാഡെ എന്ത് ചെയ്യുന്നു? സംസ്കൃതം പഠിക്കുന്നു. അപ്പൊ സംസ്കൃതം പഠിക്കാൻ പോയപ്പോ ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു. എല്ലാവർക്കും എതിർപ്പ്, ആദ്യം അതിശയം വന്നു, പിന്നെ അത് ശത്രുതയായി മാറുന്നു. അപ്പൊ ഇവര് ഇത് പഠിക്കണമെന്ന് ആഗ്രഹം വെച്ച എന്തിനാണെന്നറിയോ? അക്കാലത്ത് സ്ത്രീകളെ കുറിച്ചും ദളിതരെ കുറിച്ചും ഒക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തത്വചിന്തകരൊക്കെ പുറത്തേക്ക് വിടുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണോ എന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് ആണ് ഇത് സംസ്കൃതം പഠിക്കുവാനായിട്ട് പവാഡെ ഇറങ്ങിയത്. പക്ഷെ ഒരുപാട് ശത്രുത നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തു അവര്. പിന്നെ കാലക്രമേണ പതുക്കെ ആളുകൾ സംസ്കൃതം പഠിച്ചു ഇവര് സംസ്കൃതത്തിൽ പാണ്ഡിത്യമൊക്കെ നേടിയപ്പോൾ പതുക്കെ ആൾക്കാർ അവരെ അംഗീകരിക്കുകയും എന്നാൽ മുഴുവനായിട്ടും അംഗീകരിച്ചിട്ടൊന്നുമില്ല, ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്ന് പവാഡെ അവരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജാതി മറക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് അസാധ്യമായിരുന്നു. എപ്പോഴും ആരെങ്കിലുമൊക്കെ എന്നെ എൻ്റെ ജാതി ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെ നിന്നോ കേട്ട ഒരു പരാമർശം ഞാൻ ഓർക്കുന്നു. ജന്മനാ ലഭിക്കുന്നത്, അതായത് ജാതി, മരണത്തിന് പോലും തൂത്തെറിയാൻ കഴിയുകയില്ല. എനിക്കത് ജന്മനാ കിട്ടിയതാണ്, അതുകൊണ്ട് എനിക്കത് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്ന് ആര് പറയുന്നു? സങ്കടത്തോടു കൂടി കുമിത് പവാഡെ എന്ന ദളിത് പണ്ഡിത പറയുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ചുരുക്കി എഴുതിയിട്ടുണ്ട്. ജാതി മറക്കാൻ കുമിത് പവാഡെ എന്ത് പറയുന്നു? ജാതി മറക്കാൻ സാധിക്കില്ല, മരണത്തിന് പോലും അത് തൂത്തെറിയാൻ കഴിയില്ല എന്ന് കുമിത് പവാഡെ എഴുതുന്നു എന്നാണ്. അപ്പൊ അത് എസ് എഴുതുമ്പോൾ അതൊന്നും ചേർക്കേണ്ട, ഒറ്റ മാർക്കിനൊക്കെ ആയിരിക്കും അത്, അഥവാ ചോദിച്ചാലും ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ശുദ്ധാശുദ്ധ സങ്കല്പം എന്ന് പറയുന്ന സങ്കല്പത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് നോക്കി, അസമത്വം, ശുദ്ധാശുദ്ധ സങ്കല്പം, ബഹിഷ്കരണം എന്നിവയെ ന്യായീകരിക്കുന്നു. എന്ത്? ഈ സംസ്കൃതവൽക്കരണം. അതിനായിട്ട് ചില ആളുകളുടെ താഴ്ന്ന ജാതിക്കാരുടെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പണിക്കാർ ഞങ്ങളെക്കാൾ ഉയർന്ന ജാതിക്കാരാണെങ്കിലും അതായത് ചില സ്വർണ്ണപ്പണിക്കാരെക്കാട്ടിയും ഉയർന്ന ജാതികളാണ് പറയുന്നത്, ആണെങ്കിലും അവരിൽ നിന്നും ഭക്ഷണമോ വെള്ളമോ സ്വീകരിക്കാൻ പാടില്ലെന്ന് ഞങ്ങളുടെ ജാതി നിയമങ്ങൾ ഞങ്ങളെ വിലക്കുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? സ്വർണ്ണപ്പണിക്കാര് സ്വർണത്തിനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യ വിസർജനം പോലും അവരെന്ത് ചെയ്യും? കഴുകി സ്വർണങ്ങൾ എടുക്കും. അങ്ങനെ അതിന് പോലും മടിയില്ലാത്തവരാണ് അവര്. അതുകൊണ്ട് ഞങ്ങളെക്കാട്ടിയും ഉയർന്ന ജാതിയാണ് അവരെങ്കിലും ഞങ്ങൾ അവരിൽ നിന്നും അവർ അശുദ്ധരെന്ന് കണക്കാക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ മുഷിഞ്ഞ തുണികൾ അലക്കുന്ന അലക്കുകാരിൽ നിന്നും സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങുന്നില്ല, അവർ അശുദ്ധരാണ്. വിത്തുകളെ അമർത്തിക്കൊന്ന് എണ്ണയുണ്ടാക്കുന്ന എണ്ണയാട്ടുകാരിൽ നിന്നും ഞങ്ങൾ ഒന്നും തന്നെ ഭക്ഷിക്കാറില്ല എന്നുള്ള ഒരു വിവേചനപരമായിട്ടുള്ള ശുദ്ധാശുദ്ധ സങ്കല്പത്തിന്റെ ഒരു വലിയ ഒരു ആശയമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളിൽ കാണുന്നത്. അപ്പൊ അതും നമ്മൾ ഇവിടെ ഈ നോട്ടിലേക്ക് അത് കൊണ്ടുവന്നിട്ടില്ല. നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള കുട്ടികളെല്ലാം തന്നെ അതെന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ ആ കിടക്കുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് വായിക്കുക. പിന്നെ അതുപോലെ തന്നെ പറയുന്നു, 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ശക്തമായ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു 19-ാം നൂറ്റാണ്ടല്ല 20-ാം നൂറ്റാണ്ടില്. അതിന് ഉദാഹരണമാണ് സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ സ്വയംബോധവും പ്രാദേശികമായിട്ടുള്ള സ്വയംബോധം, സ്വാഭിമാനവും ഒക്കെ ഉയർന്നു വരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഷകളിൽ നിന്നും സംസ്കൃത പദങ്ങളെയും ശൈലികളെയും വിട്ടുകളയുവാനുള്ള പരിശ്രമങ്ങളും നടന്നു. പല ഭാഷകളിലും കിടക്കുന്ന സംസ്കൃത പദങ്ങളെയൊക്കെ എടുത്തു മാറ്റുക, സംസ്കൃതത്തിനോടുള്ള വിരോധമാണത്. അത് കാരണം എന്താണ്? ബ്രാഹ്മണരുടെ ഭാഷ സംസ്കൃതം എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ നടക്കുന്നത്. ഇക്കാലത്ത് പിന്നോക്കവർഗ പ്രസ്ഥാനങ്ങൾ ജാതി വിഭാഗങ്ങളുടെയും വ്യക്തികളുടെയും മുകളിലേക്കുള്ള ചലനാത്മകതയിൽ മതേതര ഘടകങ്ങളുടെ പങ്ക് ഉയർത്തിപ്പിടിച്ചു. പ്രബല ജാതികൾ വൈശ്യരുടെയും ക്ഷത്രിയരുടെയും ബ്രാഹ്മണരുടെയും സ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള ആഗ്രഹം
ഉപേക്ഷിച്ചു. അവർ ആൾറെഡി പ്രബലരായി കഴിഞ്ഞു, അവർക്ക് മുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സമീപകാലത്ത് ദളിതർ എന്ന നിലയിൽ അവരുടെ സത്വം ഉയർത്തിപ്പിടിക്കുവാനായിട്ട് തുടങ്ങുന്നു. ദളിതരായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഈ പ്രവണതകളെല്ലാം സംസ്കൃതവൽക്കരണത്തെ ദുർബലപ്പെടുത്തുകയും അവയുടെ പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പാരഗ്രാഫും കൂടെ നിങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഈ അടുത്ത കാലത്തായിട്ട് സംസ്കൃതവൽക്കരണം ദുർബലപ്പെടുത്തുവാൻ ഇടയായി അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു എന്നതിനുള്ള 2-3 ഉദാഹരണങ്ങളാണ്. എന്താണ്? ഒന്ന്, ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാഷകളിൽ നിന്നും സംസ്കൃത പദങ്ങളെ എടുത്ത് കളയുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ പിന്നോക്ക വർഗ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു? മതേതര ഘടകങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുന്നു. പ്രബല ജാതികൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കളയുന്നു. അതുപോലെ ദളിതരും അവര് ദളിതർ എന്നുള്ള സത്വം ഉയർത്തിപ്പിടിക്കുവാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസ്കൃതവൽക്കരണത്തെ ദുർബലപ്പെടുത്തുകയും അവയുടെ പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആധുനിക സമൂഹത്തിൽ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ഒരു ആശയം എന്നോ ഈ MN ശ്രീനിവാസൻ എഴുതി വെച്ച ഒരു ആശയം, അതിന് അത്ര ഒരു പ്രാധാന്യമൊന്നും നമ്മുടെ സമൂഹ ശാസ്ത്രജ്ഞര് നൽകുന്നില്ല. പക്ഷെ ഇത് അക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാക്കുവാനായിട്ട് സംസ്കൃതവൽക്കരണം കാരണമായി. ദളിതരായാലും താഴ്ന്ന ജാതിക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടായി. അതാണ് നമ്മുടെ സംസ്കാര മാറ്റം എന്ന് പറയുന്നത്, അല്ലെ? ആ സാംസ്കാരിക മാറ്റത്തിനായിട്ട് എന്ത് കാരണമായി? ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ കാരണമായി എന്നാണ് MN ശ്രീനിവാസൻ പറയുന്നത്. ഇപ്പോൾ അന്നത്തെ കാലത്ത് ഇതിന് പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. അപ്പൊ ഇപ്പോൾ സംസ്കൃതവൽക്കരണത്തെ ദുർബലപ്പെടുത്തുന്ന അവയുടെ പ്രാധാന്യം കുറയ്ക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ഭാഷകളിൽ നിന്നും സംസ്കൃത പദങ്ങൾ എടുത്തു മാറ്റുന്നത്, പിന്നോക്ക വർഗ പ്രസ്ഥാനങ്ങള്, മതേതര ഘടകങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, പ്രബല ജാതിക്കാർക്ക് ഉയർച്ചയിലേക്ക് പോകണ്ട എന്നുള്ള ആശയങ്ങൾ, ദളിതന്മാരെ അവരുടെ സത്വം ഉയർത്തിപ്പിടിക്കുന്നതൊക്കെ ഈ ഒരു സംസ്കൃതവൽക്കരണത്തെ ദുർബലപ്പെടുത്തുകയും പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ അവസാനത്തെ കാര്യം കൂടെ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അത് ഞാൻ ഈ നോട്ട് എഴുതിയപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ അത് മറക്കാതെ എല്ലാവരും എഴുതി ചേർക്കുക.